ನಮ್ಮೂರಿಗೆ ಬಂದಿದ್ದಕ್ಕೆ ಥ್ಯಾಂಕ್ಸ್ ಪಾ. മുന്നൂറ്റമ്പത് സ്റ്റെപ്പ് കയറിയിട്ടുണ്ടാവും. അടിപൊളി വ്യൂ ഇത് കണ്ടോ. കയറിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കണം. വെൽക്കം ബാക്ക് ടു കുട്ടി വ്ളോഗ്സ്. ನಮ್ಮೂರಿಗೆ ಬಂದಿದ್ದಕ್ಕೆ ಥ್ಯಾಂಕ್ಸ್ ಪಾ. ಹೆಂಗಿತ್ತು ಹಬ್ಬ ಎಲ್ಲ? ಚೆನ್ನಾಗಿತ್ತು. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഗോവയുടെ ബോർഡ് കണ്ട് ചിലപ്പോൾ ഗോവയിലോട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ നേരെ ബാംഗ്ലൂരായിരിക്കും. ബാംഗ്ലൂർ പോയിട്ട് വേറെ 2-3 സ്ഥലത്തോട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ട്, വേറെ പരിപാടി ഉണ്ട്. അപ്പോൾ നോക്കാം എന്തായാലും, അപ്പോഴത്തെ മൂഡിനനുസരിച്ചിരിക്കും. ഇപ്പം എന്തായാലും നമ്മൾ രായ്ചൂരിൽ നിന്ന് ഇറങ്ങുവാണ്. ಹಲೋ, ಎಲ್ಲರೂ ವಿಡಿಯೋ ನೋಡ್ಬಿಟ್ಟು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ, ಲೈಕ್ ಮಾಡಿ ಮತ್ತು ಫ್ರೆಂಡ್ಸ್ ಜೊತೆಗೆ ಶೇರ್ ಮಾಡಿ. യെസ്. ನಾವು ವಾಪಸ್ ಬೆಂಗಳೂರು. ಬೆಂಗಳೂರಾ? ಸೈಕಲ್ ಅಂತ ಪೂರ ಹೋಗ್ಬೇಕಲ್ಲ, ಅದು ಇವಾಗ ಮೌಂಟ್ ಮಾಡಿಲ್ಲ. ಆಯ್ತು, ಹೌದಾ? One hour later. ഗൈസ്, വെൽക്കം ബാക്ക് ടു കുട്ടി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബള്ളാരി ഫോർട്ടിലോട്ടാണ്. അല്ല, ഇതാണ് കയറുന്നത്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ബള്ളാരി ഫോർട്ടിലോട്ടാണ്. അപ്പോൾ നമ്മൾ റായ്ചൂരിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫോർട്ട് കണ്ടു. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. സോ ഇനി ഫോർട്ടിലെ കാഴ്ചകൾ കാണാം ഗൈസ്. കമോൺ. 400 സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ജസ്റ്റ് ക്രോമിലോ സഫാരിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പുള്ളി ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ എൻ്റെ അടുത്ത്, 400 സ്റ്റെപ്പ് ഉണ്ടെന്ന്. എങ്ങനെ കയറി തീരുമെന്നൊന്നും അറിഞ്ഞൂടാ. സോ കയറി നോക്കാം. സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണി നോക്കണം 400 ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ലേ, നല്ല രസമുണ്ട്. ഇപ്പം തന്നെ ഞാൻ കിതയ്ക്കുന്നത്, കയറുമെന്ന് അറിയില്ല, നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എൻട്രൻസ് കാണാൻ നല്ല നന്നായിട്ടുണ്ട്. ഓ സീ, ഇവിടെ താഴെ മാത്രം ഗാർഡ്സിനെ കണ്ടുള്ളൂ, ഇവിടെ ഒന്നും ആർക്കും കണ്ടില്ല. ഓ സീ, വിഷയമായിട്ടുണ്ട് കേട്ടോ. വെയിലത്ത് പോയി 400 സ്റ്റെപ്പേ, 19 സ്റ്റെപ്പ് കയറിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും കയറാനുണ്ട്, നട്ടുച്ച വെയിലും. കയറി നോക്കാം. കമോൺ. A few moments later. സോ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ഒരു 350 സ്റ്റെപ്പ് കയറിയിട്ടുണ്ടാവും. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇനി ഒരു 2 വളവും കൂടി കഴിഞ്ഞ് നമ്മൾ മേലെത്തും. കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്. പക്ഷേ ഒരു ട്രെക്കിങ് ടൈപ്പിന് വരുന്നവരാണെങ്കിൽ രാവിലെ നേരത്തെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം സമയത്ത് വരണം കേട്ടോ. നട്ടുച്ച വെയിലത്ത് വന്നാലേ പറ്റൂല, ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും. പക്ഷെ എന്തായാലും വിടൂല, മുകളിൽ പോയിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. മുകളിൽ പോയിട്ട് കാണാം. നട്ടുച്ച വെയിലത്ത് ആരും വരില്ലേ? നട്ടുച്ച വെയിലത്ത് വന്നെന്ന് പറഞ്ഞാൽ നല്ലോണം വയ്യാണ്ടാവും. ഒന്നില്ലെങ്കിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. ഗുഹൻ്റെ ഉള്ളിൽ പങ്കെടുക്കില്ല, ഇവിടെ ഇരിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാൻ പാടില്ല, എന്തൊക്കെയോ സംഭവം തന്നിട്ടുണ്ടാകും. സോ ഞാൻ അങ്ങ് വേർത്തൊഴുകി നമ്മൾ നടന്ന് കുറച്ച് പകുതി മുക്കാൽ ഭാഗം എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, കണ്ടു നോക്ക്.
തെൻകിഴക്ക് തേൻ സിട്ട് ചെമ്പരുത്തി പൂമുട്ട് ചെല്ലം കൊഞ്ചുതേ. കയറിക്കൊണ്ടേയിരിക്കും. ഉള്ള എന്തായാലും നന്നായിട്ടുണ്ട്. ആർക്കെങ്കിലും വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കിടുവായിട്ടിൻ്റെ പ്ലേസ് ഉണ്ട്. ഇവിടെ ഒരു ഗുഹയാണ്. ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെയാണ്. ഇതൊക്കെ ഞങ്ങൾ ശരിക്കും ഗുഹന്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. ഇത്ര വലിയ വലിയ പാറയുടെ ഇടയ്ക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് വിഷയം. ഗുഹയുടെ ഉള്ളിൽ കൂടെ നടന്നോണോലുണ്ട്. ആൾക്കാരൊക്കെ അധികം നടന്നുപോയിരുന്നുണ്ട് കാലപ്പോഴൊക്കെ. നമ്മളെന്തായാലും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് മുകളിലെ തലയിൽ കൂടെ വീട് പോലെയൊക്കെ ഉണ്ട്. നല്ല വലിയ പാറ അല്ലേ? അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. സീൻ കേട്ടോ വിഷയം. സൗണ്ട് എന്താ? നമ്മളങ്ങനെ ഫോട്ടോയുടെ മുകളിലേക്ക് രാജപ്പന്മാരൊക്കെ എങ്ങനെ കയറിയിട്ടുണ്ടാവും. നമ്മളങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട്. നടന്ന് ഫോർട്ടിന്റെ മേലെ എത്തിയിട്ടുണ്ട്. വ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടൊക്കെ അടിപൊളിയായിട്ടില്ലേ? വ്യൂ ഗൈസ്. ഇതിന്റെ അകത്തോട്ട് കയറിയിട്ടില്ല. അപ്പൊ ഇവിടെ വ്യൂ നന്നായിട്ടുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങോട്ടൊന്ന് കയറി കാണിച്ചു. എവിടെ നിക്കണേ നോക്കി. കാറ്റത്ത് ഞാൻ വീഴാൻ പോവാ. തെൻകിഴക്ക് തേൻ സിട്ട് ചെമ്പരുത്തി പൂമുട്ട് ചെല്ലം കൊഞ്ചുതേ താലാട്ട. അങ്ങനെ കയറിയ ഫോർട്ടിന്റെ ജെർസി ബാങ്കിൽ പറഞ്ഞതിന്റെ അകത്തോട്ട് കയറണം. അതിന് മുമ്പ് ഫോർട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് വ്യൂ കാണണമെന്ന് കണ്ടുപോയി. சில துன்பங்களை நாம் மறப்போம். கடிகாரம் உள் தொலைத்து தொடுவானம் வரை போய் வருவோம். அடைமழை வாசல் வந்தால் கையில் குடையின்றி வானனைவோம். அடையாளம் தான் துறப்போம். எல்லா தேசத்திலும் போய் வசிப்போம். வந்தோம் நாம் என்ன போவோம். ഞാനിതാ വരുന്നു ഗൈസ്. ഇതൊന്നും ആരെയും കാണാൻ കിട്ടോ? ഇതിന്റെ മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറാൻ പറ്റുമോ? ഒരു ഗുഹ പോലെയുണ്ട്. നോക്കി നോക്കി. സീൻ ആയിട്ടുണ്ട് ഇതിനുള്ളിൽ. ചേട്ടൻ കയറി ട്ടാ. ഞാൻ മുകളിലോട്ട് കയറട്ടെ. ഇതേ പോണു. അതെന്റെ അടുത്തേക്ക് വന്നിട്ട് പോയി. നിനക്ക് തിന്നാൻ തരാൻ ഒന്നുമില്ല. ഞങ്ങളും ഒന്നും തിന്നാൻ വാങ്ങിയിട്ടില്ല. നിനക്കും തിന്നാൻ തരാൻ ഒന്നുമില്ല കേട്ടോ. സോ ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഈ ബള്ളാരി ഫോർട്ടിൻ്റെ അകത്തോട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ആയിരിക്കുന്നതെന്ന് പറയുന്നത് ബള്ളാരിയിലാണ്. ഇംഡാസ് ബള്ളാരി ഫോർട്ട്.
പിന്നെ ഇതെന്ന് പറയണത് 14th സെഞ്ച്വറിയിൽ നിർമ്മിച്ചതാണ്. അപ്പോൾ ഞാൻ സഫാരിയിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ഹൈദർ അലി ഈ സ്ഥലം ആക്രമിച്ചെടുത്തതിന് ശേഷം ഫ്രഞ്ച് എഞ്ചിനീയറെ വെച്ചിട്ടാണ് ഇത് പണിതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് അപ്പർ ഫോർട്ട് പിന്നെ ലോവർ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്സ് ഓഫ് ഫോർട്ട് വരുന്നുണ്ട് ഇതിൽ തന്നെ. എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയും പിന്നെ മുകൾ വശമായിട്ട്. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവർ അറിയിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ അറകളുണ്ട്. എന്തിനുള്ളത് എന്താണെന്നൊന്നും അറിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ടൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. പോയി നോക്കാം, എന്തായാലും ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. സോ നോക്കാം. ഞാൻ വന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടൊന്നും കയറിയിട്ടില്ല. അകത്ത് എങ്ങനെയുണ്ട് നോക്കാം. ഹലോ, അളിയ, അകത്ത് ആരും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ട് വന്ന ആരെങ്കിലും കൊന്നിട്ടിട്ട് പോയാൽ പോലും അറിയില്ല. അമ്മാതിരി സ്ഥലമാണ്. വെറുതെ അല്ല കേട്ടോ ഇതിൻ്റെ അകത്ത് നിറച്ചും കപ്പിൾസ് നിറഞ്ഞത്. വെറും കപ്പിൾസ് തന്നെ വരുന്നത് ഇങ്ങോട്ട്. കൂടുതലും വരുന്നതൊക്കെ കപ്പിൾസാണ്. ഉള്ളട്ടോ പാറയൊക്കെ പൊട്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടാ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കൊന്നിട്ടോ പോലും അറിയില്ല കേട്ടോ. ആൾക്കാരധികം വരുന്നില്ലേ. ഇത് നിർമ്മിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്രാനൈറ്റ് കല്ലും പിന്നെ മണ്ണെന്നാണ് ക്രോമിൽ കാണിക്കുന്നത്. സോ ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഫുള്ള് കല്ലും മണ്ണും കൊണ്ടാണ് ഇവർ നിർമ്മിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കണക്കില്ല. സോ അത്രയും യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഇവർ ക്രോമിൽ മെൻഷൻ ചെയ്യുന്നത്. സോ ഇതിനെക്കുറിച്ച് എനിക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോമിലോ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. സോ വിക്കിപീഡിയയിൽ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ടോപ്പിലോട്ടൊന്ന് കയറി നോക്കട്ടെ. വിഷയമായിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അത്ര അധികം ആരും വരുന്നില്ല എന്നാണ് തോന്നുന്നത് ഈ ഫോർട്ടിലോട്ട് കേട്ടോ. ഞങ്ങൾ ഇതിലോട്ട് കയറിയപ്പോൾ തന്നെ, ഇനിയിപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾ ഇതിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു 3-4 കപ്പിൾസിനെ കണ്ടുള്ളൂ. അവർ നമ്മൾ വന്നപ്പോൾ അവരിറങ്ങി പോവുക ചെയ്തേ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ആൾക്കാർ വരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ എന്തായാലും കൊള്ളാം. ഞാൻ അതിൻ്റെ അകത്തോട്ടൊക്കെ പോയി കാണിച്ചു തരാം. സോ എന്തായാലും നന്നായിട്ടുണ്ട്. സോ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും അധികം പറയാൻ പറ്റിയിട്ടില്ല. സോ സ്ഥലം കൊള്ളാം. പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതിന് ബള്ളാരി ഗുഡ എന്ന് പറയും. ബള്ളാരി ഫോർട്ട്. ആൾക്കാരൊക്കെ ഇവിടെ നിന്നിട്ട് ആയിരിക്കും യുദ്ധം ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നിർമ്മിച്ച എഞ്ചിനീയറുടെ നെയിം മെൻഷൻ ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അൺനോൺ ഫ്രഞ്ച് എഞ്ചിനീയർ എന്നാണ്. അപ്പോൾ എഞ്ചിനീയറുടെ നെയിമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അപ്പോഴത്തെ രാജഭരണകാലത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടാവുമായിരിക്കും. അറിഞ്ഞൂടാ. ഇത് കണ്ടോ? സംഭവം ഇത് നന്നായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർ വന്നിട്ട് ഇത് കണ്ടോ, ഫുഡൊക്കെ തിന്നിട്ട് വേസ്റ്റ് ഒക്കെ ഇവിടെ തന്നെ ഇടുന്നുണ്ട്. പക്ഷെ ഇതിന് ഇങ്ങോട്ടേക്ക് അധികം ആരും ആൾക്കാർ വരുന്നില്ല. കൊള്ളാട്ടോ. ഇത് പണ്ടത്തെ വെള്ളം നിറയ്ക്കുന്ന സാധനമായിരിക്കും, വെള്ളം നിൽക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ് കാണാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബള്ളാരി ഫോർട്ട് അടിക്കുക, വരിക ഗൈസ്. ഓക്കെ, അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ഇവിടെ ചേട്ടൻ പുറത്ത് വന്നോട്ടെ, വീടും വാങ്ങിക്കോ. ആരെങ്കിലൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ തല്ലാനെന്തെങ്കിലും. ഇവിടെ നിന്നൊക്കെ വെടിവെക്കാനല്ലേ. ഇവിടേക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അള്ളിക്കാം വിഷയമായിരുന്നു. കേറാൻ അപ്പുറത്തേക്ക് പോയാ എങ്ങനെ കേറി കിടക്കാൻ പറ്റുമോ? അപ്പുറത്തേക്ക് ആ ഓട്ടയിൽ കൂടെ പോയല്ലേ.
അങ്ങനെ ഹലോ ഗായ്സ്, ഞാൻ ഇവിടെ എത്തി.